ഹലോ, നമസ്കാരം. ടോൾ പിരിവിനെതിരെ കേരളം ഒരു സമരം കൂടി കണ്ട ദിവസമാണ് ഇന്ന്. എത്ര പിരിച്ചാലും മതിവരാത്ത കരാർ കമ്പനികളും അവർക്ക് ഒത്താശ ചെയ്യുന്ന ദേശീയപാത അതോറിറ്റിയും ജനങ്ങളുടെ ചോദ്യങ്ങളെ ചവിട്ടിമെതിച്ച് ടോൾ പ്ലാസ തുറക്കുന്നതാണ് കാസർഗോഡ് കുമ്പളയിൽ കണ്ടത്. ഇതുൾപ്പെടെ ജനകീയ വിഷയങ്ങൾ അധികാരികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുടെ പുതിയൊരധ്യായം ആരംഭിക്കുകയാണ്. ഞാൻ ബി ദിലീപ് കുമാർ. അധികാര കസേരകളിൽ അമർന്നിരിക്കുന്നവരെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ജനം എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പൊതുജനം കഴുതയല്ല സാർ. റോഡിന്റെ വീതി കൂടുന്തോറും യാത്രക്കാരന്റെ പോക്കറ്റും കീറും. എങ്കിലും പോട്ടെ, നന്നായി യാത്ര ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാൽ അതും സാധിക്കുന്നില്ല. വിള്ളലും വീഴ്ചയും കാരണമുള്ള ആശങ്കകൾ ഒരു വശത്ത്, ടോൾ എന്ന പേരിൽ ചൂഷണം മറുവശത്ത്. പിരിച്ചാൽ മാത്രം പോരല്ലോ, അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുകയും വേണ്ടേ? വ്യവസ്ഥകൾ പാലിക്കാതെയുള്ള ടോൾ പിരിവുകളോട് അധികൃതരുടെ മൃദു സമീപനം അവസാനിപ്പിച്ചേ മതിയാകൂ. കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കാരോട് വരെ 645 കിലോമീറ്റർ ദൂരം. 6 വരിയിൽ ദേശീയപാത 66 നിവർന്നു വരുമ്പോഴേക്കും 11 ടോൾ പ്ലാസകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടാകും. കുമ്പള ആരിക്കാടിയിൽ ടോൾ പ്ലാസ തുറക്കാനുള്ള നീക്കമാണ് ഇന്ന് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. രണ്ട് ടോൾ പ്ലാസകൾക്കിടയിൽ കുറഞ്ഞത് 60 കിലോമീറ്റർ ദൂരം വേണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ നേരത്തെയുള്ള തലപ്പാടി ടോളും ഇന്ന് തുറന്ന ആരിക്കാടി ടോളും തമ്മിൽ അകലം വെറും 22 കിലോമീറ്റർ. അന്യായമായി സ്ഥാപിക്കുന്ന ഈ ടോളിനെതിരെ ഞങ്ങൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കോടതി വിധി വരുന്നതിന് മുമ്പാണ് ഇന്ന് വീണ്ടും ജില്ലാ ഭരണകൂടത്തിന്റെ അനുവാദത്തോടു കൂടി ഈ ടോൾ പിരിക്കാനുള്ള നീക്കം നടത്തുന്നത്. ഈ നാട് ഒരു കാരണവശാലും ഈ ടോള് ഇവിടെ തുടങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഹൈക്കോടതിയിൽ ഹർജിയുണ്ട്. പക്ഷേ കോടതി ഉത്തരവിനൊന്നും കാത്തു നിൽക്കാൻ പിരിവുകാർക്ക് ക്ഷമയില്ല. നാട്ടുകാരുടെ പ്രതിഷേധത്തിനാണെങ്കിൽ പുല്ലുവില. സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റിയതോടെ ടോൾ പിരിവ് തുടങ്ങി. കാസർഗോട്ടും കണ്ണൂരും ടോൾ കൊടുത്ത് കോഴിക്കോട്ടെത്തിയാൽ പന്തീരാങ്കാവിലുണ്ട് അടുത്ത ടോൾ പ്ലാസ. വെങ്ങളം രാമനാട്ടുകര റീച്ചിൽ പന്തീരാങ്കാവിലെ ടോൾ പ്ലാസയിൽ നാളെ പിരിവ് തുടങ്ങും. ഇവിടെയുമുണ്ട് ചൂഷണത്തിന്റെയും വ്യവസ്ഥാലംഘനത്തിന്റെയും പരാതിക്കെട്ടുകൾ. സർവീസ് റോഡുകളുടെയും അനുബന്ധ സൗകര്യങ്ങളുടെയും പണി പൂർത്തിയായ ശേഷം മാത്രമേ ടോൾ പിരിക്കാവൂ എന്ന നിബന്ധന കരാർ കമ്പനി പാലിച്ചില്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. 3 പാലങ്ങൾ പൂർത്തിയാകാനുണ്ട്. സർവീസ് റോഡുകൾ മിക്കയിടത്തും അപൂർണമാണ്. നിർമ്മിച്ചയിടത്താകട്ടെ വീതി നന്നേ കുറവ്. കൂടുതൽ ഭൂമി ഏറ്റെടുത്താലേ സർവീസ് റോഡിന് വീതി കൂട്ടാനാകൂ എന്നാണ് ദേശീയപാത അധികൃതരുടെ വാദം. പണിക്കുള്ള തടസ്സമൊന്നും പിരിവിനെ ബാധിക്കുന്നില്ല. പ്രദേശവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ റോഡ് വരുമ്പോൾ. കാരണം ഒരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഒരു പന്തീരാങ്കാവ് ടൗണിലേക്കോ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ തന്നെ ഗതാഗതത്തിന് തുറന്നുകൊടുത്ത 6 വരി പാതയിൽ കാസർഗോഡ് തൃശൂർ ഭാഗത്ത് മാത്രം 40-ലധികം അപകട മേഖലകളുണ്ട്. സ്ഥിരമായി വാഹനാപകടമുണ്ടാകുന്ന സ്ഥലങ്ങൾ. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത പലയിടത്തും അപകട കാരണമാകുന്നു എന്നാണ് കണ്ടെത്തൽ. എന്നാൽ എങ്ങനെ പരിഹരിക്കുമെന്ന് അധികൃതർക്ക് ഉത്തരമില്ല. നാടിനെ വിഭജിച്ച് പടുത്തുയർത്തിയ വൻമതിലുകൾ പലയിടത്തും പൊളിഞ്ഞു. മണ്ണിടിച്ചിലും വിള്ളലുമെല്ലാം പലതവണ കണ്ടു. ഈ ആശങ്കകൾക്കൊന്നും ശാശ്വത പരിഹാരമായിട്ടില്ലെന്നിരിക്കെയാണ് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും ജനങ്ങൾക്ക് മേൽ ടോൾ അടിച്ചേൽപ്പിക്കുന്നത്. പണം വാങ്ങാനുള്ള ആവേശം ജനങ്ങൾക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിൽ ഇല്ല എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ദേശീയപാത 544-ലെ പാലിയേക്കര ടോൾ. ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ള മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ പ്രതിദിനം 52 മുതൽ 60 ലക്ഷം രൂപ വരെ ടോൾ വരുമാനം ലഭിക്കുന്നുണ്ട്. പണം പിരിക്കാനുള്ള തിരക്കിനിടെ റോഡ് നവീകരണത്തിലെ ഉത്തരവാദിത്തം കമ്പനി മറന്നു. ഘട്ടം ഘട്ടമായാകണം അടിപ്പാതയുടെയും മേൽപ്പാലങ്ങളുടെയും നിർമ്മാണം നടത്തേണ്ടതെന്ന പ്രാഥമിക ധാരണ പോലും ദേശീയപാത അതോറിറ്റി പാലിച്ചില്ല. ഉത്തരവാദിത്തമില്ലായ്മയുടെ ഇരകളായി റോഡിൽ നഷ്ടപ്പെട്ട സമയത്തിന് പണം അങ്ങോട്ട് നൽകണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാലും തെറ്റു പറയാനാകില്ല. ആമ്പല്ലൂർ, മുരിങ്ങൂർ ഭാഗങ്ങളിലെ ഗതാഗത തടസ്സത്തെ തുടർന്ന് ഇടപെട്ട കോടതി 71 ദിവസമാണ് ടോൾ വിലക്കിയത്.
എന്നിട്ടും പഠിച്ചില്ല അധികൃതർ. ഗതാഗത തടസ്സം പല ദിവസങ്ങളിലും ആവർത്തിക്കുന്നു. പണം പിരിക്കുന്നവരെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടത് ആരാണ്? പൊതുജനങ്ങളുടെ പോക്കറ്റിൽ ഇങ്ങനെ കൈയിട്ട് വാരണോ സർ? പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകർ ഈ ടോളുമായി ബന്ധപ്പെട്ട വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. പരമേശ്വരൻ KV പറയുന്നു, എനിക്ക് വാഹനമില്ല, അതുകൊണ്ട് ടോൾ കൊടുക്കേണ്ട എന്ന്. എബ്രഹാം തോമസ് പറയുന്നു, ജനങ്ങളെ കൊള്ളയടിക്കാൻ ഓരോരോ പേരുകൾ, കഷ്ടം എന്ന കാര്യം. മാൽക്കം ഗോമസ് പറയുന്നു, നികുതി നല്ല പോലെ വാങ്ങുന്നുണ്ടല്ലോ, പിന്നെന്തിനാണ് ഈ ടോൾ മുക്കിന് വെക്കുന്നത്, ഇത്രയും പിഴിഞ്ഞാൽ പോരെ എന്ന്. രവികുമാർ PV പറയുന്നുണ്ട്, സുഖമായി യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ടോൾ പിരിവ് നിർത്തലാക്കാൻ കോടതി ഇടപെടണം എന്ന്. റോഡ് നല്ലതാണെന്ന് കോടതി ഉറപ്പുവരുത്തട്ടെ എന്ന്. ഇങ്ങനെ നിരവധി പ്രതികരണങ്ങളാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരോട് ഒരു കാര്യമേ പറയാനുള്ളൂ, ഇക്കണ്ടതൊന്നും ടോളല്ല മന്നവ, ഇനി വരാനിരിക്കുന്നതാണ്. സഭയിലെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ പോരാടിയ സിസ്റ്റർ ലൂസി കളപ്പുരയുടെ ശബ്ദം ഇനി കോടതി മുറികളിൽ ഉയരും. നിയമപഠനം പൂർത്തിയാക്കിയ സിസ്റ്റർ ലൂസി കളപ്പുര അഭിഭാഷകയായി എൻറോൾ ചെയ്തു. ഇനിയുള്ള കാലം നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി നിയമവഴിയിൽ പോരാടാനാണ് അഡ്വക്കേറ്റ് ലൂസി കളപ്പുരയുടെ തീരുമാനം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ലൈംഗിക പീഡനങ്ങൾക്കെതിരെ നടന്ന സമര പോരാട്ടങ്ങളുടെ തീച്ചൂളയിൽ തെളിഞ്ഞതാണ് സിസ്റ്റർ ലൂസി കളപ്പുര എന്ന പേര്. സമരം നയിച്ച കന്യാസ്ത്രീകൾക്കൊപ്പം നിന്ന സിസ്റ്റർ ലൂസി സഭയുടെ കണ്ണിലെ കരടായി. സന്യാസി സമൂഹത്തിൽ നിന്ന് സിസ്റ്റർ ലൂസി കളപ്പുരയെ പുറത്താക്കുമ്പോൾ സഭയ്ക്ക് മുന്നിൽ കാരണങ്ങൾ പലതായിരുന്നു. പിന്നീടിങ്ങോട്ട് 7 വർഷക്കാലം ഒറ്റയാൾ പോരാട്ടം നടത്തിയ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് ഇനി നിയമത്തിന്റെ കരുത്തുണ്ട്. ബാർ കൗൺസിൽ ഓഫ് കേരളയിലേക്ക് ഒരു അംഗത്വം ലഭിച്ച് ഒരു അഡ്വക്കേറ്റായിട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാ അവകാശവും കിട്ടിയിട്ടുണ്ട്. അതിലൊത്തിരി അഭിമാനവും സന്തോഷവും. അതിൻ്റെ പിന്നിൽ കുറച്ച് 2-3 വർഷത്തെ ഒരു പഠനം, കഠിനാധ്വാനം, അതിൻ്റെ പിറകിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങൾ, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തിക്താനുഭവങ്ങൾ, ഇതെല്ലാം ഒരു മുതൽക്കൂട്ടായിരുന്നു ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്താൻ. 3 വർഷത്തെ നിയമ പഠനവും കഠിനമേറിയ പോരാട്ടമായിരുന്നു സിസ്റ്റർ ലൂസിക്ക്. ആ പോരാട്ടത്തിന് പ്രേരണയായതാകട്ടെ FCC സന്യാസി സഭയും സഭാ നേതൃത്വവും. കഴിഞ്ഞ കാലത്തിൻ്റെ പോരാട്ടം എന്ന് പറയുമ്പം എനിക്കൊരു വളരെ എന്നെ ഇതിലേക്ക് ഇങ്ങനെ വിട്ട ഒരു ഫോഴ്സാണ് എൻ്റെ സന്യാസ സഭാ സമൂഹവും സഭാ നേതൃത്വങ്ങളും ഒക്കെ. അല്ലെങ്കിൽ ഞാനിപ്പം റിട്ടയർഡായി കഴിഞ്ഞിട്ട് ഞാൻ ഏതെങ്കിലും ഇപ്പം എന്നോട് ചെയ്ത ആ പരിശീലനത്തിൽ, എന്നോട് ചെയ്ത ആ ദ്രോഹത്തിൽ ഞാൻ തളർന്നിരിക്കേണ്ട ആളാണ്. പക്ഷേ അവരത്രമാത്രം കൂടുതൽ എന്നെ ദ്രോഹിച്ചോ അത്രമാത്രം എനിക്ക് ശക്തിയോടെ വരാൻ പറ്റി. അപ്പോൾ അവരുടെ അവർ തന്ന ആ ക്രൂവലായിട്ട്, വളരെ ക്രൂരമായിട്ടുള്ള അവഗണനയും സ്ട്രീറ്റിലേക്കുള്ള വലിച്ചെറിയലും ഇതെല്ലാം നമുക്കൊരു പ്രചോദനമാക്കാൻ പറ്റി. 2022 സിസ്റ്റർ ലൂസി നിയമപഠനം ആരംഭിച്ചത്. 2025 70% മാർക്കോടെ പഠനം പൂർത്തിയാക്കി. ഓൾ ഇന്ത്യ ബാർ എക്സാമും പാസ്സായി അഭിഭാഷകയായി എൻറോളും ചെയ്തു. ഇപ്പം നമുക്ക് അവസരങ്ങൾ കിട്ടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് എത്തുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നതനുസരിച്ച് നമുക്ക് പ്രതികരിക്കാൻ കഴിയണം എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ ആഗ്രഹവും അതാണ്. കാരണം ജീവൻ്റെ തുടിപ്പ് എന്നുവരെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. അന്ന് വരെ നമുക്ക് ശബ്ദിക്കാൻ കഴിയണം. അതിനുള്ള ഒരു അഭിവാഞ്ചിയും ഒരു ചോരയും ഒക്കെ എന്നിലുണ്ട്. ഇനിയുള്ള സമയം നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി നിയമപീഠത്തിനു മുന്നിൽ പോരാടാനാണ് അഡ്വക്കേറ്റ് ലൂസി കളപ്പുരയുടെ തീരുമാനം. നീതിക്കായുള്ള പോരാട്ടത്തിൽ ഇനി നിയമത്തിന്റെ കരുത്തുകൂടിയുണ്ട് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക്. തിന്മയ്ക്കും തെറ്റിനുമെതിരായ പോരാട്ടം തുടരാൻ തന്നെയാണ് തീരുമാനം. ക്യാമറ പേഴ്സൺ രാഹുൽ സുദേവിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. കർത്താവിൻ്റെ പോരാളി ഇനി നിയമ പോരാളി കൂടിയാണ്. അനീതികൾക്കെതിരായ നിയമ പോരാട്ടം സിസ്റ്റർ ലൂസി കളപ്പുര തുടരുകയാണ്. 60-ാം വയസ്സിലാണ് നിയമ ബിരുദം നേടി ഇപ്പോൾ അഭിഭാഷക ആയിരിക്കുന്നത്. ഏതായാലും സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് നിരവധി പ്രേക്ഷകരാണ് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത്. രവികുമാർ അഭിനന്ദനം അറിയിക്കുന്നു, സുജേഷ് നന്നങ്ങാടി അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. അലി അക്ബർ പറയുന്നു, സിസ്റ്റർ ലൂസി ആദ്യമായി സ്വന്തം കേസ് തന്നെ വാദിക്കട്ടെ, അതൊരു ചരിത്രമാകും എന്ന് എബ്രഹാം തോമസ് അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. മാൽക്കം ഗോമസ് അറിയിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രേക്ഷകരാണ് ഇക്കാര്യത്തിൽ സിസ്റ്റർ ലൂസി കളപ്പുര
വളരെ ശ്രദ്ധേയമായ പോരാട്ടമാണ് സഭാ നേതൃത്വത്തിനെതിരെയൊക്കെ നടത്തിയിട്ടുണ്ട്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലുമായി ബന്ധപ്പെട്ടൊക്കെ അക്കാര്യത്തിൽ ആ പീഡനത്തിനിരയായ കന്യാസ്ത്രീക്ക് വേണ്ടി, അവകാശത്തിനു വേണ്ടിയൊക്കെ നിരവധി പോരാട്ടം നടത്തിയിട്ടുള്ള സിസ്റ്റർ ലൂസി കളപ്പുര ഇനി അഡ്വക്കേറ്റ് ആയിരിക്കുകയാണ്, അഭിഭാഷകയായിരിക്കുകയാണ്. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് വീണ്ടും അഭിനന്ദനങ്ങൾ. മരണാനന്തര അവയവദാനത്തിൽ ചരിത്രമാണ് ആനന്ദവല്ലിയമ്മാളിൻ്റെ കഥ. 91-ാം വയസ്സിൽ മരിച്ചു. ചർമ്മവും കണ്ണുകളും ദാനം ചെയ്ത് അമ്മയുടെ ആഗ്രഹം പൂർത്തിയാക്കി മക്കൾ. അങ്ങനെ സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കൂടിയ ചർമ്മം ദാനം ചെയ്ത ആളായി മാറി മരണശേഷം ആനന്ദവല്ലിയമ്മാൾ. കേരളത്തിന് ഒരുപക്ഷെ ഇതുവരെ അങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് ഈ ത്വക്ക് ദാനം ചെയ്യുക എന്നത്, ചർമ്മം ദാനം ചെയ്യുക എന്നത്. അടുത്തിടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഈ സ്കിൻ ബാങ്ക് തുടങ്ങിയിട്ടുള്ളത്. ചർമ്മം ശേഖരിച്ച് വെച്ച് അത് പിന്നീട് ഈ തീപ്പൊള്ളലൊക്കെ ഏൽക്കുന്നവർക്ക്, അത്തരം പരിക്കുകൾ ഏൽക്കുന്നവർക്ക് ഈ ചർമ്മം വെച്ച് പിടിപ്പിക്കുന്ന തരത്തിലുള്ള ചികിത്സാ രീതിയിലേക്ക് മാറിയത്. അങ്ങനെ ഈ ആനന്ദവല്ലി അമ്മാളിൻ്റെ കഥ നമുക്കൊന്ന് കേൾക്കാം. ഇരുപത് വർഷം മുൻപ് ഭർത്താവിന്റെ മരണസമയം ആനന്ദവല്ലി അമ്മാൾ തീരുമാനിച്ചതാണ് താൻ മരിക്കുമ്പോൾ കഴിയുന്ന എല്ലാ അവയവങ്ങളും ദാനം ചെയ്യണമെന്ന്. കഴിഞ്ഞ ശനിയാഴ്ച 91-ാം വയസ്സിൽ വീട്ടിൽ വെച്ച് മരണം. അമ്മയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ മക്കൾ കൈകോർത്തു. പ്രായം കൂടുതലായതിനാൽ മറ്റ് അവയവങ്ങൾ എടുക്കാൻ കഴിയില്ലായിരുന്നെങ്കിലും ചർമ്മവും കണ്ണുകളും ദാനം ചെയ്തു. എൻ്റെ അച്ഛൻ മരിച്ചു പോയപ്പോൾ ആ ചിത ദഹിപ്പിച്ചതിന് ശേഷം നമ്മൾ ചിതാഭസ്മം എടുക്കാനായി ഞാൻ അവിടെ ചെന്നപ്പോൾ കുറച്ച് എല്ലുകൾ പോലും ബാക്കിയില്ല, അവശേഷിക്കാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഞാനത് വന്ന് അമ്മയോട് വിവരിച്ചു, ഇതൊക്കെയാണ് അവിടെ നടന്നത്, 20 വർഷങ്ങൾക്ക് മുമ്പാണിത് സംഭവിച്ചത്. അന്ന് അമ്മ പറഞ്ഞു, ഇതാണ് നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ള ഒരു ഉത്തരവാണ് അന്ന് തന്നത്. അപ്പോൾ കത്തി എരിഞ്ഞ് അല്ലെങ്കിൽ പുഴുക്കൾ തിന്ന് ദഹിപ്പിച്ച് കളയുന്ന ഒരു ശരീരത്തിലെ ഒരു ഭാഗം മറ്റൊരു രോഗിക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ അതിലും വലിയൊരു പുണ്യം നമുക്ക് കിട്ടാനില്ല. അമ്മ വിദ്യാഭ്യാസ വകുപ്പിൽ ഗുമസ്തയായിരുന്നു. അതിനുശേഷം സൂപ്രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരെ പദവിയിലെത്തി. അമ്മ വളരെ ലളിതമായ ഒരു ജീവിത രീതി അവലംബിച്ചിരുന്നു. കൃത്യമായ നിഷ്ഠ, ആഹാരം കഴിക്കുന്നതാണെങ്കിലും ഉറങ്ങുന്നതിലുമെല്ലാം കൃത്യമായ ഒരു നിഷ്ഠ പാലിച്ചിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്ക് രൂപീകരിച്ച ശേഷം നടന്ന രണ്ടാമത്തെ ദാനം. ആദ്യമായി മെഡിക്കൽ സംഘം ഒരു ദാതാവിന്റെ വീട്ടിലെത്തി അങ്ങനെ ത്വക്ക് സ്വീകരിച്ചു. അമ്മ മരിച്ചുപോയി 6 മണിക്കൂറിനുള്ളിൽ തന്നെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പ്രേംലാലിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം പ്ലാസ്റ്റിക് സർജൻസ് ഇവിടെ വരികയും അവർ അമ്മയുടെ തൊടയിൽ നിന്ന് തൊലി എടുക്കുക എന്ന് പറയുമ്പോൾ ഉടനെ നമ്മളെല്ലാ തൊലിയുമല്ല, നമ്മുടെ തുടയിൽ നിന്നും ഏകദേശം 15 സെൻറ്റിമീറ്ററോളം വീതിക്ക് ത്വക്ക് ഒരു 1 മില്ലിമീറ്റർ ലെവലിൽ തൊലി നീക്കം ചെയ്യുന്നു. അതിന് പുറത്തൊന്നും അറിയാത്ത രീതിയിൽ ഡ്രസ്സിങ് വെച്ച് തരുന്നു. ഈ തൊലി പിന്നീട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി -6 ഡിഗ്രി താപനിലയിൽ സൂക്ഷിക്കുന്നു. അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം അതിന് ആവശ്യക്കാർക്ക്, അതായത് പൊള്ളലേറ്റ് വരുന്ന രോഗികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്കിൻ ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. സ്വീകരിച്ച ത്വക്ക് ഡോക്ടർ AP പ്രേംലാലിന്റെ നേതൃത്വത്തിൽ കെമിക്കൽ പ്രോസസ്സിംഗ് നടത്തുകയാണ്. 3 ആഴ്ചത്തെ പ്രോസസ്സിംഗിന് ശേഷം പൊള്ളലേറ്റ് ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് ത്വക്ക് ഉപയോഗിക്കാനാകും. പൊള്ളലേറ്റ രോഗികൾക്ക് സംഭവിക്കുന്നതെന്നാൽ അവരുടെ തൊലിയൊരു ഭാഗം നഷ്ടപ്പെടുന്നു. അപ്പോൾ അതുവഴി ധാതുക്കളും നീരും, അതായത് ജലവും നഷ്ടപ്പെടുന്നു, പ്രോട്ടീൻസ് നഷ്ടപ്പെടുന്നു, അസഹ്യമായ വേദനയിൽ കൂടെ കടന്നു പോകുന്നു, അണുബാധ വരുന്നു. അപ്പോൾ ഇവർക്ക് ഈ ദാതാവിൻ്റെ മരണാനന്തര ദാതാവിൻ്റെ തൊലി വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതുവഴി നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കുന്നു, വേദന ഒരു പരിധിവരെ കുറയുന്നു, അണുബാധ ഉണ്ടാകാത്ത ഒരവസ്ഥ വരുന്നു. നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം മരിക്കുമ്പോൾ, നമുക്ക് ചുറ്റുമുള്ളവർ മരിക്കുമ്പോൾ ഏറ്റവും സങ്കടകരമായ ഒരു നിലയിൽ കൂടി നമ്മൾ കടന്നു പോകുന്നു. ആ സമയത്ത് മറ്റൊരു വ്യക്തിയെ സഹായിക്കുവാനുള്ള ഒരു അവസരമാണെന്നൊരു മനസ്സിൽ തോന്നലുണ്ടാവുകയാണെങ്കിൽ ദയവേത് മരണപ്പെട്ട വ്യക്തിയുടെ കണ്ണും തൊലിയും എന്തൊക്കെ ദാനം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അതുവഴി ഒരു വ്യക്തിയെയും
അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും നമുക്ക് സഹായിക്കുവാൻ സാധിക്കും. സ്ത്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ന്യൂറോ സർജറി വിഭാഗം മേധാവിയായ ഡോക്ടർ ഈശ്വറാണ് ആനന്ദവല്ലി അമ്മാളിന്റെ ഒരു മകൻ. റിട്ടയർഡ് LIC ഉദ്യോഗസ്ഥൻ HV കുമാർ, B മാലിനി എന്നിവരാണ് മറ്റു മക്കൾ. മരണാനന്തര അവയവദാന കണക്കുകളിൽ സംസ്ഥാനം വളരെ പിന്നിലാണ്. ഈ കണക്കുകൾക്കിടെയാണ് 91 വയസ്സുകാരി ആനന്ദവല്ലി അമ്മാളിന്റെ ജീവിതം വ്യത്യസ്തമാകുന്നത്. അവയവദാനം നടത്തണമെന്ന ആനന്ദവല്ലി അമ്മാളിന്റെ ആഗ്രഹം മക്കൾ ഒന്നിച്ചു നിന്ന് സാധിച്ചു കൊടുത്തു. അങ്ങനെ ഒരു പുതുമാതൃക സൃഷ്ടിക്കപ്പെട്ടു. ഷൈജു ചൗധരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ആനന്ദവല്ലി അമ്മാളിന് ആദരാഞ്ജലി. മക്കൾക്ക്, ഡോക്ടർ ഈശ്വർ ഉൾപ്പെടെയുള്ള മക്കൾക്ക് വലിയ സല്യൂട്ട്. ഇത് തികച്ചും മാതൃകാപരമായ പ്രവൃത്തിയാണ് ആനന്ദവല്ലി അമ്മാളിൻ്റെയും അതോടൊപ്പം തന്നെ മക്കളുടെയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവയവദാനം നടത്തണമെന്ന് നേരത്തെ തന്നെ ആനന്ദവല്ലി അമ്മാൾ മക്കളോട് പറഞ്ഞിരുന്നു. മക്കൾ അതനുസരിച്ച് ആ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. ആദ്യത്തെ ചർമ്മദാതാവിനെയും നമ്മൾ മറക്കരുത്. അത് കൊല്ലത്തെ ചാത്തന്നൂരിന് സമീപമുള്ള ചിറക്കരയിലെ എസ് ഷിബുവാണ്. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബുവിൻ്റെ ചർമ്മമാണ് ആദ്യം ബന്ധുക്കൾ, ആ കുടുംബാംഗങ്ങൾ അവിടെ ഈ സ്കിൻ ബാങ്കിലേക്ക് ആദ്യം ദാനം ചെയ്തത്. ഏതായാലും മാതൃകാപരമായ കാര്യമാണ്. അവർക്കൊക്കെയും വലിയ നന്ദി രേഖപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ആ കുടുംബം ആ തീവ്രവേദനയിലും ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു വിശേഷത്തിലേക്ക് പോകും. അതിനു മുമ്പ് ചെറിയൊരിടവേള. പൊതുജനം കഴുത LSR തുടരുന്നു. പൊതുജനം കഴുത LSRൻ്റെയും 24ൻ്റെയും സ്ഥിരം പ്രേക്ഷകനായ രവികുമാർ എല്ലാ ദിവസവും നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. തൃപ്പൂണിത്തുറയിൽ 2 മാളുകളുണ്ട്, അത് അനാഥമായി കിടക്കുകയാണെന്ന്. അതുകൊണ്ട് ആ വിശേഷത്തിലേക്ക് നമുക്ക് പോകാം. എറണാകുളം തൃപ്പൂണിത്തുറയിൽ 2 മാളുകളുണ്ട്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച TK രാമകൃഷ്ണൻ മാളും AG രാഘവ മേനോൻ മാളും. നികുതിദായകൻ്റെ പണം ചെലവഴിച്ച് കെട്ടിയുയർത്തിയ മാളുകൾ പക്ഷേ ഇതുവരെ തുറന്നിട്ടില്ല. പൂട്ടിക്കിടക്കുന്ന മാളുകൾ സാമൂഹ്യ വിരുദ്ധരുടെയും മോഷ്ടാക്കളുടെയും കേന്ദ്രമായിരിക്കുന്നു. TK രാമകൃഷ്ണൻ മാളിൻ്റെ ദുരവസ്ഥ കാണാം. മാളോളമുണ്ട് പൊളിവചനം. കൃത്യമായ ആസൂത്രണവും ദീർഘവീക്ഷണവുമില്ലാത്തതിനാൽ പൊലിഞ്ഞുപോയ 8.5 കോടി പൊതുപ്പണത്തിന്റെ സ്മാരകമാണ് ഈ കെട്ടിടം. കൊച്ചിയിലെ വമ്പൻ മാളുകൾ കണ്ടുകുതിച്ചവർ കണ്ണൻകുളങ്ങരയിലെ TK രാമകൃഷ്ണൻ ഷോപ്പിംഗ് മാളിനും അങ്ങനെയൊരു ഭാവി സ്വപ്നം കണ്ടു. പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയില്ല. അനാഥമായ മാളിൽ സാധ്യത കണ്ടെത്തിയത് സാമൂഹ്യവിരുദ്ധരും കള്ളന്മാരും. മാളിൽ നിന്ന് 40 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് കഴിഞ്ഞ നവംബറിൽ മോഷണം പോയത്. ഭിത്തി തുറന്ന് അകത്തുകയറിയ മോഷ്ടാക്കൾ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളും DB സെറ്റുകളും കടത്തിക്കൊണ്ടുപോയി. നവംബർ 25-ന് നഗരസഭാ സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും തദ്ദേശ തിരഞ്ഞെടുപ്പായതിനാൽ സംഭവം മറച്ചുവെക്കാനായിരുന്നു അധികൃതർക്ക് താൽപര്യം. മാളിനോടെന്ന പോലെ തന്നെ കേസിലും ആർക്കും വലിയ താൽപര്യമില്ല. പരാതി നൽകി ഇത്രയും നാളായിട്ടും ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസിന്. ഇപ്പോൾ 10 വർഷത്തോളമായിട്ട് ഈ മാള് പ്രവർത്തനരഹിതമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് പരാതികളുണ്ടായിരുന്നു സമൂഹത്തിൽ നിന്ന്. കണ്ണൻകുളങ്ങര മാളിൽ അനധികൃത പാർക്കിങ്ങുകളും അതോടൊപ്പം തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ എല്ലാം വിഹാര കേന്ദ്രമായിരുന്നു. അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഇടുന്ന സാഹചര്യങ്ങളുണ്ടായി. അപ്പോൾ അതെല്ലാം UDFൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് സമരങ്ങൾ നടത്തിയിരുന്ന ആ വേസ്റ്റുകളെല്ലാം അവിടെ നിന്ന് മാറ്റിയത്. തൃപ്പൂണിത്തുറ നഗരസഭയുടെ അധികൃതരും പോലീസും കൂടി ഒത്തുകളിച്ചുകൊണ്ട് ആ വാർത്ത മുക്കുകയായിരുന്നു. വിലപിടിപ്പുള്ള പല സാധനങ്ങളും നേരത്തെയും മോഷണം പോയിട്ടുണ്ട്. തെരുവുനായ ശല്യം, അനധികൃത പാർക്കിംഗ്, സാമൂഹ്യവിരുദ്ധരുടെ ശല്യം എന്നിങ്ങനെ പ്രശ്നങ്ങൾ വേറെയും. 49,000 ചതുരശ്ര അടിയിൽ 3 നിലകളുള്ള മാൾ 8 കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. കാലപ്പഴക്കം കൊണ്ട് കെട്ടിടം ജീർണിച്ചു തുടങ്ങി. അറ്റകുറ്റപ്പണികൾക്ക് ഇനിയും ലക്ഷങ്ങൾ ചെലവിടേണ്ടി വരും. 42 ലക്ഷം രൂപയ്ക്ക് 2 തവണ മാൾ ലേലത്തിന് വെച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. അതോടെ എത്ര രൂപയ്ക്ക് വാടകയ്ക്കെടുക്കാൻ കഴിയുമെന്ന് ചോദിച്ച് നഗരസഭാ അധികൃതർ താൽപര്യപത്രം ക്ഷണിച്ചു. ഇനിയെങ്കിലും ശാപമോക്ഷം കിട്ടുമോ എന്നാണ് നാട്ടുകാർ ഉറ്റുനോക്കുന്നത്. കോടികൾ മുടക്കി നിർമ്മിച്ച TK രാമകൃഷ്ണൻ മാൾ തുറന്നിട്ട് 10 വർഷമായി. സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം. ഇനിയെങ്കിലും മാൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ സജിലിനൊപ്പം ശ്രീലക്ഷ്മി ബിപ്പിള്ളை, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.
രവികുമാർ PB പറയുന്നു വളരെ നന്ദി ഇപ്പോൾ ഇത് വാർത്തയാക്കിയതിന് എന്ന കാര്യം. സൈദലവി KP പറയുന്നു മാള് നല്ലവണ്ണം നോക്കട്ടെ, മാളെന്ന് പറഞ്ഞിട്ട് എന്തു കാര്യം എന്നത്. വസന്തകുമാർ പറയുന്നു എത്രയോ പൈസ മുടക്കി ആവശ്യമില്ലാതെ ഒരു മാൾ. സീന മുഹമ്മദ് പറയുന്നുണ്ട് ജനങ്ങളുടെ നികുതിപ്പണം ഇങ്ങനെ നശിക്കുന്നു, ഇത് സ്വകാര്യ വ്യക്തിയുടേതാണെങ്കിൽ ഇപ്പോൾ കോടികൾ വരുമാനം കണ്ടെത്തിയനെന്ന്. ഏതായാലും തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഇപ്പോൾ പുതിയ ഭരണസമിതി അധികാരമേറ്റിട്ടുണ്ട്. ആ ഭരണസമിതിയെങ്കിലും ഈ 2 മാളുകളുടെ കാര്യത്തിൽ അത് ജനങ്ങൾക്കെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന കാര്യത്തിലും അത് തുറന്നു കൊടുക്കുന്ന കാര്യത്തിലും ഒരു തീരുമാനം ഈ നഗരസഭ ഭരണസമിതി എടുക്കട്ടെ. നികുതിദായകൻ്റെ പണം തുലച്ചുകൊണ്ട് ഇത്തരം 2 സ്മാരകങ്ങൾ അത് ഈ കൊച്ചി നഗരത്തിന് സമീപമുള്ള തൃപ്പൂണിത്തുറയിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്കും തൃപ്പൂണിത്തുറയിലെ പൗരാവലിക്കും നല്ലതല്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ ഈ നഗരസഭ ഭരണസമിതി ഒരു തീരുമാനം എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേന്ദ്ര സർവകലാശാലയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു പഠന കേന്ദ്രമുണ്ട്. ആരംഭിച്ച് 10 വർഷമായിട്ടും പരിമിതികളിൽ നട്ടം തിരിയുകയാണ് വിദ്യാർത്ഥികൾ. BSNLന്റെ വാടക കെട്ടിടത്തിലെ 3 ഇടുങ്ങിയ മുറിയിലാണ് ക്ലാസുകൾ നടക്കുന്നത്. റവന്യൂ വകുപ്പ് ഭൂമി അനുവദിച്ചതായി അറിയിച്ചിട്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അനുമതി നൽകുന്നില്ലെന്നാണ് ആരോപണം. 2014 അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗാണ് തിരുവനന്തപുരത്ത് കേന്ദ്ര സർവകലാശാലയുടെ ഒരു ക്യാപിറ്റൽ സെന്റർ ഉദ്ഘാടനം ചെയ്യുന്നത്. 12 വർഷം പിന്നിട്ടു. എന്താണ് ഈ കേന്ദ്ര സർവകലാശാലയുടെ അവസ്ഥ? അതാണ് പരിശോധിക്കുന്നത്. ഇതൊരു കേന്ദ്ര സർവകലാശാലയുടെ പഠന കേന്ദ്രമാണ്. ഇടുങ്ങിയ ക്ലാസ് മുറികൾ, അടിസ്ഥാന സൗകര്യങ്ങൾ പേരിന് മാത്രം. 2024 സെപ്റ്റംബറിലാണ് കേന്ദ്ര സർവകലാശാലയ്ക്ക് നെടുമങ്ങാട് ആണ്ടൂർക്കോണത്ത് ഭൂമി അനുവദിച്ചതായി റവന്യൂ മന്ത്രി പ്രഖ്യാപിച്ചത്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ തെക്കൻ കേരളത്തിലെ കേന്ദ്രമായി നെടുമങ്ങാട് മണ്ഡലത്തിലെ അണ്ടൂർക്കോണത്ത് നിശ്ചയിക്കുകയും 6 ഏക്കർ ഭൂമി അതിനായി കൈമാറാനുള്ള നടപടികൾക്ക് ഔപചാരികമായി തുടക്കം കുറിക്കുകയും ചെയ്തു എന്ന കാര്യവും വളരെ സന്തോഷപൂർവ്വം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. 2014 BSNLന്റെ വാടക കെട്ടിടത്തിൽ ആരംഭിച്ച ക്യാപിറ്റൽ സെന്റർ ഇപ്പോഴും അവിടെ തന്നെ. 120 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 4 സ്ഥിരം അധ്യാപകർ ഉൾപ്പെടെ 8 അധ്യാപകരും അനധ്യാപകരുമുണ്ട്. സ്വന്തമായി ഭൂമി ലഭിച്ചാൽ മറ്റടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ഒരുക്കും. പുതിയ 5 കോഴ്സുകളും വാഗ്ദാനമുണ്ട്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഭൂമി അനുവദിക്കുന്നതിനുള്ള ഫയൽ തീരുമാനമെടുക്കാതെ മാറ്റിയിട്ട് 1 വർഷത്തിലധികമായി. റവന്യൂ കമ്മീഷണറേറ്റ് അതിനുശേഷം റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അത് നൽകാം എന്നുള്ള ആ ഒരു ധാരണയിലാണ്. ഫയൽ വർക്കെല്ലാം പൂർത്തിയായ ശേഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ ജനുവരി 2025 മുതൽ ഫയൽ പെൻഡിംഗ് ആണ്. ഹിന്ദു മിനിസ്റ്ററുടെ ഓഫീസിൽ ഫയൽ പെൻഡിംഗ് ആണ്. അത് ഇതുവരെ അത് അംഗീകരിക്കുകയോ റിജക്റ്റുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് സ്ഥലം ലഭിക്കുകയാണെങ്കിൽ 5 കോഴ്സുകൾ നൽകാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിലുള്ള കോഴ്സ് തന്നെ അയ്യങ്കാളി സെൻ്ററുണ്ട്. ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൻ്റെ സെൻറ്റർ നമുക്ക് അനുവദിച്ചായിരുന്നു. അത് തുടങ്ങാനും ഈ സ്ഥലപരിമിതി കാരണം നമുക്ക് തുടങ്ങാൻ പറ്റിയിട്ടില്ല. ആകെയുള്ളത് ഇന്റർനാഷണൽ റിലേഷൻസ് BA കോഴ്സ്. അതിപ്പോൾ 4 വർഷത്തെ കോഴ്സായി മാറ്റി. പക്ഷേ 3 ക്ലാസ് മുറികളാണ് വാടക കെട്ടിടത്തിൽ നിലവിലുള്ളത്. 4ാം വർഷ വിദ്യാർത്ഥികൾക്കായി കാർപോർച്ചിൽ താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് ക്ലാസ് മുറികൾ ഒരുക്കേണ്ട ഗതികേടിലാണ് അധ്യാപകർ. 4 ഇയർ നമ്മുടെ ക്ലാസ്സസ് വരുമ്പോഴത്തേനും നമുക്ക് ക്ലാസ് റൂം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അതിനുള്ള സ്പേസ് പോലും നമുക്കിവിടെ കണ്ടെത്താൻ പറ്റുന്നില്ല. ഇപ്പം ഞങ്ങൾ തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ക്ലാസ് റൂം, ഈ കാപ്പോർച്ച് ക്ലാസ് റൂമാക്കി കൺവേർട്ട് ചെയ്യാം എന്നുള്ളത്. ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ക്ലാസ് റൂംസ് ആണെങ്കിലും വളരെ ചെറുതാണ്. വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യം 8 കിലോമീറ്റർ അകലെയാണ് ഒരുക്കിയിരിക്കുന്നത്. Now they are adopting 4-year course, so there is lack of classrooms here, and the classrooms are also so congested. And because of there is no permanent land here, the hostels are situated 7 kilometers, 4 kilometers away from the campus. So it is very difficult to travel daily, and we are going by KSRTC. And because of this, we can't start mess because there is very low number of students. Some are North Indians, some are South Indians. If both hostels are mixed, we can make a mess for us. ശശി തരൂരിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു തിരുവനന്തപുരത്ത് പഠന കേന്ദ്രം തുടങ്ങുന്നതും ഇന്റർനാഷണൽ റിലേഷൻസ് ബിരുദ കോഴ്സ് സെന്ററിന് അനുവദിക്കുന്നതും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അന്തിമ അനുമതി നൽകാത്തതിന് കാരണം ഇപ്പോഴും വ്യക്തമായി പറയുന്നില്ല. ഒരുപക്ഷെ രാഷ്ട്രീയം അതിനൊരു കാരണമായിട്ടുണ്ടാകാം. അപ്പോഴും ഒരു കാര്യം ഓർക്കണം, ഓൾ ഇന്ത്യ എൻട്രൻസ് എഴുതി മെറിറ്റിൽ അഡ്മിഷൻ നേടുന്നവർ തന്നെയാണ് ഇവിടെയുള്ള കുട്ടികളും. അവരുടെ ഭാവി ഭരണാധികാരികൾ പന്താടരുത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇനി 24ന്റെ സജീവ സംവാദ പരിപാടിയായ എൻകൗണ്ടറുമായി ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു. ഓവർ ടു ഹാഷ്മി.